കമോൺ രാജീവ്, ഇപ്പൊ എന്താ വീണ്ടും ഒരു കൺഫ്യൂഷൻ? അഞ്ജലി, താൻ പറഞ്ഞതല്ല ഞാൻ കേട്ടു. എനിക്ക് തന്നെ മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല എന്റെ വീട്ടിലുള്ളത്. എന്ത് സിറ്റുവേഷൻ രാജീവ്? ദേ, സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. ഇനി എന്ത് തന്നെ വന്നാലും നമ്മളത് ഫേസ് ചെയ്തേ പറ്റൂ. ദേ, ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ ഓടി ഒളിക്കാൻ ശ്രമിച്ച ലൈഫ് ലോങ് ഓടിക്കൊണ്ടേയിരിക്കും. ദേ, ഇനി കൂടുതൽ രാജീവ് ചിന്തിച്ച് തല പുണ്ണാക്കാൻ നിൽക്കണ്ട. നമുക്ക് പോവാം. വണ്ടി എടുക്ക്. അഞ്ജലി, ഞാൻ എന്താ രാജീവേ? ഏയ്, ഒന്നുമില്ല. രാജീവിന് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? അങ്ങനെ ചോദിച്ചാ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കുറച്ചും കൂടി സാവകാശം. അതല്ലാതെ മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? അത് പിന്നെ രാജീവ് എന്നോട് എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ഉണ്ട്. രാജീവ് എന്തോ ഒളിക്കുന്നുണ്ട്. എന്റെ വീട്ടിൽ നിന്നിറങ്ങിയ നേരം മുതല് ഞാൻ രാജീവിനെ ശ്രദ്ധിക്കുക. രാജീവിന് ആകെ ഒരു വെപ്രാളവും പരവേശവും. ആ ജയചേച്ചി പറഞ്ഞതുപോലെ എന്നെ നടതള്ളാൻ വല്ലതുമായിരുന്നോ രാജീവിന്റെ ഉദ്ദേശം? ഒരിക്കലുമില്ല. വെറുതെ മനസ്സിൽ ചിന്തിക്കാത്തൊന്നും പറയല്ലേ. അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, താൻ എന്നിൽ നിന്ന് എന്തോ ഒളിക്കുന്നുണ്ട്. ഒളിക്കലല്ല, ചില സത്യങ്ങള് തന്നോട് എന്നോ പറയണമെന്ന് വെച്ച ചില ഫാക്ട്സ്, അത് നമ്മൾ പരസ്പരം സംസാരിക്കണം. അതാണ് എന്റെ പ്രശ്നം. അത് മാത്രം. ശരി, കൂടുതൽ വിശദീകരണങ്ങളൊന്നും വേണ്ട. അതെന്താണെന്ന് വെച്ചാ ഇപ്പൊ പറയേ, നമുക്ക് സംസാരിക്കാം. നോ, ഒരു പാതിരാത്രി വഴിയരികിൽ നിന്ന് അത് പറഞ്ഞാൽ ശരിയാവില്ല. പ്രത്യേകിച്ചും തന്റെ ഇപ്പോഴത്തെ ഈ മൈൻഡ് സെറ്റില്. ഞാനത് പറഞ്ഞ താൻ കൂടുതൽ അപ്സെറ്റ് ആവുകയുള്ളൂ. അതുകൊണ്ട് തനിക്ക് മനസ്വസ്ഥതയുള്ള ഒരു സമയത്ത് മതി. കൂടുതൽ പറഞ്ഞു പൊലിപ്പിക്കണമെന്നില്ല. എനിക്ക് മടുത്തു. വൺ ലാസ്റ്റ് ടൈം ഞാൻ പറയോ, ഒന്നെങ്കിൽ രാജീവ് എന്നെ രാജീവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ ഇവിടെ ഈ നിമിഷം നമ്മൾ പിരിയുക. തുടർന്ന് അങ്ങോട്ട് എനിക്ക് എന്റെ വഴി, രാജീവിന് രാജീവിന്റെ വഴി. അതാ എന്റെ തീരുമാനം.